ഇന്ന് ഞാനിവിടെ 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് പൊട്ടറ്റോ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. 2 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊട്ടറ്റോ നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് പൊട്ടറ്റോ അരിഞ്ഞത് കാരണം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തിളച്ച് വരുമ്പോഴേക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. 1.5 മിനിറ്റ് കൊണ്ട് തന്നെ പൊട്ടറ്റോ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഇത് വെന്തുടയേണ്ട കാര്യമില്ല. ഇനി ഈ പൊട്ടറ്റോ ഇതുപോലെ തന്നെ മാറ്റി വെക്കാം. പൊട്ടറ്റോ കറി ഉണ്ടാക്കേണ്ട പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. 3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരുപാട് വഴലേണ്ട കാര്യമില്ല. സവാളയുടെ നിറം ഒന്ന് വാടുമ്പോൾ തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പൊട്ടറ്റോ കറി ഇവിടെ റെഡിയായി. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.